ലോകത്തിലെ ഏറ്റവും ക്യൂട്ടായ പക്ഷികളിലൊന്ന്. അതെ, പെൻഗ്വിൻ. ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് ഇവരുടെ ജീവിതം. ഇവർക്ക് കടൽ വെള്ളം കുടിക്കാനാകും എന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ കണ്ണിന് മുകളിൽ ഒരു പ്രത്യേക ഗ്രന്ഥിയുണ്ട്. അത് ഉപ്പിനെ പുറത്തു നീക്കി ശരീരത്തിന് ശുദ്ധജലം മാത്രം നൽകും. അതുകൊണ്ടാണ് ഇവർക്ക് കടലിൽ കഴിയുന്നത് എളുപ്പമാവുന്നത്. നമ്മൾ കരുതുന്നത് പോലെ എല്ലാ പെൻഗ്വിനുകളും മഞ്ഞിൽ മാത്രമല്ല ജീവിക്കുന്നത്. ചില സ്പീഷ്യസ്, ഉദാഹരണത്തിന് ആഫ്രിക്കൻ പെൻഗ്വിൻ, ചൂടുള്ള പാറക്കരകളിലാണ് താമസിക്കുന്നത്. ജെൻറ്റു പെൻഗ്വിൻ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പെൻഗ്വിനാണ്. മണിക്കൂറിൽ 35 കിലോമീറ്റർ വരെ നീന്തും, അതായത് ഒളിമ്പിക് നീന്തൽ താരങ്ങളെക്കാളും വേഗം. ഇവർ വെള്ളത്തിനടിയിൽ പറക്കുന്നത് പോലെയാണ് നീന്തുന്നത്. അവരുടെ ചിറകുകൾ ഫ്ലിപ്പേഴ്സ് ആയി മാറുന്നു. അതുകൊണ്ട് വെള്ളത്തിൽ പറക്കുന്നത് പോലെ അവർ സ്ലൈഡ് ചെയ്യും. പെൻഗ്വിനുകൾ വളരെ റൊമാൻറ്റിക് ആണ്. മിക്ക സ്പീഷീസുകളും ലൈഫ് പാർട്ട്ണർ ആയി ജീവിക്കും. ഓരോ ബ്രീഡിംഗ് സീസണിലും ആൺ പെൺ പെൻഗ്വിനുകൾ മാസങ്ങളോളം വേർപിരിഞ്ഞിരുന്നാലും വീണ്ടും ഒന്നിച്ചെത്തും. ഇവർക്ക് അണ്ടർ വാട്ടർ സൺഗ്ലാസസ് ഉണ്ടെന്ന് പറയാം. അവരുടെ കണ്ണുകൾ പ്രത്യേകമായി രൂപപ്പെട്ടതാണ്. വെള്ളത്തിനടിയിൽ പോലും വളരെ വ്യക്തമായി കാണാൻ കഴിയും. പെൻഗ്വിനുകൾ കൂട്ടമായി ജീവിക്കുന്നു. വെള്ളത്തിൽ ഒരുമിച്ചുണ്ടെങ്കിൽ അതിനെ റാഫ്റ്റ് എന്ന് വിളിക്കും. കരയിൽ ഒരുമിച്ചുണ്ടെങ്കിൽ അത് വാഡിൽ എന്ന് വിളിക്കും. ഇവർക്ക് റൊമാൻസിൽ ഒരു പ്രത്യേക ശീലമുണ്ട്. ചില സ്പീഷീസുകൾ പെബിൾ ഗിഫ്റ്റിംഗ് ചെയ്യും. അതായത് ആൺ പെൻഗ്വിൻ ഒരു ചെറിയ കല്ല് പെൺ പെൻഗ്വിന് സമ്മാനമായി നൽകും. അത് സ്വീകരിച്ചാൽ അവർ കപ്പിൾസായി മാറും. ഇവർക്ക് വളരെ ഉയർന്ന് ചാടുവാനുള്ള കഴിവുണ്ട്. വെള്ളത്തിൽ നിന്ന് 2 മീറ്റർ വരെ ഉയർന്ന് ഐസ് ലെഡ്ജുകളിൽ ഇറങ്ങും. പെൻഗ്വിനുകളുടെ കറുപ്പും വെളുപ്പും നിറം വെറും സൗന്ദര്യത്തിനല്ല, അതൊരു കാമോഫ്ലാഷ് ആണ്. വെള്ളത്തിനടിയിൽ നിന്ന് കാണുമ്പോൾ അവരുടെ വെളുത്ത വയർ വെള്ളത്തിൻ്റെ പ്രകാശത്തോട് കലർന്ന് മറയും. മുകളിൽ നിന്ന് കാണുമ്പോൾ കറുത്ത പുറം സമുദ്രത്തിൻ്റെ ഇരുണ്ട നിറത്തോട് കലർന്ന് മറയും. അതായത് പ്രകൃതിയിൽ ജീവിക്കാൻ ഏറ്റവും ക്യൂട്ടായ ഒരു സർവൈവൽ ഡിസൈൻ. ഇവരുടെ ഇടയിൽ പെൺ പെൻഗ്വിൻ്റെ ജീവിതം വളരെ ഗൗരവമേറിയതാണ്. കടുത്ത ശീതകാലത്ത് ഇവർ മുട്ടയിടും. ആൺ പെൻഗ്വിൻ മുട്ടയെ സംരക്ഷിക്കും. ഒരു പ്രത്യേകതരം ബ്രൂഡ് പൗച്ചിലാണ് ഇവർ ഈ മുട്ടയെ സംരക്ഷിക്കുന്നത്. അതേസമയം പെൺ പെൻഗ്വിൻ ദൂരെ കടലിലേക്ക് നീന്തി ഭക്ഷണം കണ്ടെത്തും. മാസങ്ങളോളം ആൺ പെൻഗ്വിൻ ഭക്ഷണം കഴിക്കാതെ കടുത്ത തണുപ്പിലും ഈ മുട്ടയെ സംരക്ഷിക്കും. കുഞ്ഞു വിരിഞ്ഞ് പുറത്തു വരുമ്പോൾ അമ്മ തിരികെ വരും. അമ്മയുടെ വയറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണം കുഞ്ഞിന് കൊടുക്കും. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും, മാതൃത്വവും പിതൃത്വവും ഒരുപോലെ പങ്കിടുന്ന പക്ഷികളാണ് പെൻഗ്വിൻ. ഇവർ കൂട്ടായ്മയോടെ ജീവിക്കുന്ന പക്ഷികളാണ്. ആയിരങ്ങളായാണ് ഇവർ ഒത്തുചേരുന്നത്. കടുത്ത കാറ്റിൽ നിന്നും മഞ്ഞിൽ നിന്നും രക്ഷപ്പെടാൻ പെൻഗ്വിനുകൾ ഒരുമിച്ച് ചുറ്റും ചേർന്ന് നിൽക്കും. ഒരുവൻ മറ്റൊരുവനെ ചൂടോടെ സംരക്ഷിക്കും. അതിനാൽ തന്നെ പെൻഗ്വിൻ നമ്മോട് പറയുന്നത് ഒറ്റ വാക്കാണ്: ഒറ്റയ്ക്ക് കഴിയാൻ കഴിയില്ല, ഒരുമിച്ചാണ് ജീവിതം മനോഹരമാകുന്നത്.